കാറ്റത്തെ കിളിക്കൂടിയിലെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുഭാഷ് ഏട്ടനെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെറ്റീഷൻ എഴുതി കൊടുത്തതിന് ശേഷം സ്റ്റേഷനിൽ നിന്നും സുധീഷ് പുറത്തേക്ക് ഇറങ്ങുവാണ്. നിധിയും കൂടെ വരുന്നുണ്ട്. സുധീഷ് പൊട്ടിക്കരയുവാണ്. നിധി സമാധാനിപ്പിക്കുന്നുണ്ട്. എസ് ഐ പറഞ്ഞതുപോലെ എൻ്റെ സുഭാഷ് ഏട്ടൻ എന്തെങ്കിലും ബുദ്ധിമോശം ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കത് സഹിക്കാൻ കഴിയില്ല, പിന്നീട് ഞങ്ങൾ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സുധീഷ് കരയുന്നത്. നിധി അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. സുധീഷ് കരഞ്ഞുകൊണ്ട് നിധിയുടെ തോളിലേക്ക് ചാഞ്ഞു കിടക്കുവാണ്. നിധി അവൻ്റെ കവിളിലും മുടിയിലും എല്ലാം തലോടിക്കൊണ്ട് അവനോട് പറയുന്നുണ്ട്, സുധീഷ് നീ കരയാതിരിക്കേ, പോലീസുകാർ പറയുന്നതൊന്നും നീ ശ്രദ്ധിക്കേണ്ട, അങ്ങനെയൊന്നും സംഭവിക്കില്ല, നമ്മുടെ സുഭാഷ് ഏട്ടന് ഒരാപത്തും സംഭവിക്കില്ല, അദ്ദേഹം തിരിച്ചു വരുമെന്ന് പറഞ്ഞുകൊണ്ട് അവനെ സമാധാനിപ്പിക്കുകയാണ്. നിധി അവനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അല്പനേരം അങ്ങനെ ഇരുന്ന് കരഞ്ഞതിന് ശേഷം കണ്ണുകൾ തുടച്ചുകൊണ്ട് സുധീഷ് പറയുന്നുണ്ട്, ഞങ്ങൾക്കെല്ലാം ഞങ്ങളുടെ ചേട്ടനാണ്, ഞങ്ങളുടെ ഒരു വീടായി നിൽക്കുന്നത് തന്നെ ഞങ്ങളുടെ ചേട്ടനുള്ളത് കൊണ്ടാണ്. സുഭാഷ് ഏട്ടനില്ലാത്ത ഒരു ദിവസത്തെ പറ്റിയോ ഒരു നിമിഷത്തെ പറ്റിയോ ഞങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയില്ല, ഞങ്ങൾക്കെല്ലാം ഞങ്ങളുടെ ചേട്ടനാണ്. ഞാനൊരു നേരം ഭക്ഷണം കഴിക്കാണ്ടിരുന്നാൽ എന്താടാ നീ ഭക്ഷണം കഴിക്കാത്തത് എന്നും പറഞ്ഞുകൊണ്ട് എന്നെ പിറകെ നടന്ന് ഊട്ടുന്ന ഏട്ടനാണ്. സ്വന്തം മക്കളെ പോലെയാണ് ഞങ്ങളെ നോക്കുന്നത്. ഞാൻ ഇനി എൻ്റെ ചേട്ടനെ എവിടെ പോയി നോക്കും നിധി? നീ പറഞ്ഞത് ശരിയായിരുന്നു. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങാതെ ഇരിക്കണമായിരുന്നു. എൻ്റെ ചേട്ടൻ ഇങ്ങനെ ഒരു അബദ്ധം ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല. എങ്കിൽ ഞാൻ ഉറങ്ങാതെ ചേട്ടനെയും നോക്കിക്കൊണ്ടിരുന്നേനെ എന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് വീണ്ടും കരയുന്നുണ്ട്. പെട്ടെന്ന് സുധീഷ് നിധിയോട് ചോദിക്കുന്നുണ്ട്, ആ പോലീസുകാരൻ പറഞ്ഞതുപോലെ എൻ്റെ ചേട്ടൻ മരിച്ചു പോയിട്ടുണ്ടാവില്ല അല്ലേ നിധി എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് നിധി പറയുന്നുണ്ട്, എന്താ സുധീഷ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? നമ്മുടെ ചേട്ടൻ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. നമ്മുടെ നികേഷിനെ ആലോചിച്ചിട്ട് നമ്മുടെ ചേട്ടൻ അങ്ങനെയുള്ള ബുദ്ധിമോശങ്ങളൊന്നും ചെയ്യില്ല സുധീഷ്, നീ സമാധാനമായിട്ട് ഇരിക്കേ എന്നും പറഞ്ഞുകൊണ്ട് നിധി പെട്ടെന്ന് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി അടുത്തുള്ളൊരു കടയിൽ നിന്നും ഒരു ബോട്ടിൽ വെള്ളം മേടിച്ചുകൊണ്ട് വന്ന് സുധീഷിന് കൊടുക്കുകയാണ്. സുധീഷ് അത് കുടിക്കുന്നുണ്ട്. എന്നിട്ടും ചേട്ടനെ പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ. ചേട്ടൻ്റെ സ്നേഹം, എന്ത് തെറ്റ് ചെയ്താലും ലാസ്റ്റ് ചേട്ടൻ അവനെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുന്നത് അവനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ചേട്ടൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. കണ്ണിൽ നിന്നും ഇങ്ങനെ കണ്ണുനീര് വരുന്നുണ്ട്. ഇത് കണ്ട് നിധി അവൻ്റെ കണ്ണുകൾ തൻ്റെ ഷോള് കൊണ്ട് തുടച്ചു കൊടുക്കുവാണ്. നീ സമാധാനമായിട്ടിരിക്കുക, നമ്മുടെ ചേട്ടന് ഒന്നും സംഭവിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് നിധി അവനെയും വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവരെ കണ്ടതും നികേഷ് പെട്ടെന്ന് ഓടി വരുന്നുണ്ട്. എന്തായി, സ്റ്റേഷനിൽ പെറ്റീഷൻ കൊടുത്തോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിധി പറയുന്നുണ്ട്, ഞങ്ങൾ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്, ചേട്ടൻ്റെ ഒരു ഫോട്ടോ കൂടി അവരുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്, അന്വേഷിച്ചിട്ട് പറയാമെന്നാണ് പറഞ്ഞത്. പെട്ടെന്ന് സുധീഷിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. നിധി, ആരാ നോക്ക്, പെട്ടെന്ന് എടുക്ക് എന്ന് പറയുമ്പോൾ അറിയത്തില്ല, ഇതൊരു അൺനോൺ നമ്പറാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിധി പറയുന്നുണ്ട്, ചിലപ്പോൾ ചേട്ടൻ വേറെ ഏതെങ്കിലും നമ്പറിൽ നിന്നും വിളിച്ചതാണെങ്കിലോ സുധീഷ്, നീ പെട്ടെന്ന് ഫോൺ എടുക്കുമെന്ന് പറയുമ്പോൾ സുധീഷ് ഹലോ എന്ന് പറയുവാണ്. ഇത് ഒരു ബാങ്കിൽ നിന്നും ഒരു ലോൺ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് വിളിക്കുകയായിരുന്നു. ഇത് കേട്ട് സുധീഷ് പൊട്ടിത്തെറിക്കുന്നുണ്ട്. വെച്ചിട്ട് പോടോ, ഇന്നും ഒന്നും ആവശ്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുവാണ്. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, ആരാ, ലോണ് വേണമെന്നോ എന്ന് ചോദിച്ചിട്ട് വിളിച്ചിരിക്കുകയാണ് ഈ നേരത്തെന്നും പറഞ്ഞുകൊണ്ട് അവൻ പിറുപിറുക്കുന്നുണ്ട്. ഹരീഷ് പറയുന്നുണ്ട്, എനിക്ക് വീട്ടിൽ സമാധാനമായിട്ട് ഇരിക്കാൻ കഴിയില്ല, ഞാൻ പുറത്തു പോയി ചേട്ടനെ അന്വേഷിച്ചിട്ട് വരാം. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഞങ്ങൾ എല്ലായിടത്തും അന്വേഷിച്ചു, എന്നിട്ടാണ് വരുന്നത്, ചേട്ടനെ എവിടെയും കണ്ടില്ലടാ, നീ പോയിട്ട് കാര്യമില്ല എന്ന് പറയുവാണ്. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, എന്നാലും എനിക്കിവിടെ വെറുതെ ഇരിക്കാൻ കഴിയില്ല, ഞാൻ പോയി അന്വേഷിക്കട്ടെ, അന്വേഷിച്ച സ്ഥലങ്ങളിൽ ഒന്നുകൂടി അന്വേഷിക്കാം, പിന്നെ വേറെ സ്ഥലങ്ങളുണ്ടല്ലോ, എല്ലായിടത്തും ഒന്നുകൂടി പോയിട്ട് വരാം, എനിക്ക് സമാധാനത്തോടു കൂടി വീട്ടിലിരിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, നീ പുറത്തു പോയാൽ ഇനി നിന്നെ കാണാതെ ഞങ്ങൾ വീണ്ടും നിന്നെ കൂടി അന്വേഷിച്ച് വരേണ്ട ഒരു ഘട്ടം വരരുത് എന്ന് പറയുകയാണ്. ഇത് കേട്ട് ഹരീഷ് പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഞാൻ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം എന്നും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നും പോകുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങിയതും വല്യച്ഛനും അച്ഛൻ്റെ പെങ്ങളും വരുന്നത് കാണുന്നുണ്ട്. ഇത് കണ്ട് സുധീഷ് അവിടെ തന്നെ നിൽക്കുകയാണ്. സുധീഷിനെ കണ്ടതും അവർ പറയുന്നുണ്ട്, അകത്തേക്ക് വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി ചെല്ലുകയാണ്. നിധി അവരെ കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ചെയറെടുത്ത് അവിടെ ഇരിക്കാനായി ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് അമ്മായി വല്യച്ഛൻ ഇരിക്കുന്നുണ്ട്. സുഭാഷിനെ കാണാനില്ലെന്ന് പറയുന്നത് കേട്ടു, അത് കേട്ടിട്ട് വന്നതാണെന്ന് പറയുന്നുണ്ട്. മോളെ, സുഭാഷ് തിരിച്ചു വന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല എന്ന് നിധി പറയുമ്പോൾ, അവൻ ചെറിയ കുട്ടിയാണോ ഇങ്ങനെ വീട് വിട്ട് പോവാൻ? അല്ല, പുറത്തൊരുത്തന്നെ ഇരിക്കുന്നുണ്ടല്ലോ, അവൻ സുഭാഷിനെ അടിക്കുക വല്ല ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായില്ല,
എന്ന് നിധി പറയുന്നുണ്ട്. അപ്പോൾ അമ്മായി ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ വഴക്കിട്ടോ? ഇത് കേട്ട് നികേഷ് പറയുന്നുണ്ട്, ഇല്ല ഞങ്ങൾ വഴക്കിയിട്ടിട്ടൊന്നുമില്ല, പക്ഷേ ആ ജോത്സ്യൻ എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അങ്ങ് സ്റ്റെക്കാവുകയാണ് നികേഷ്. എന്നാൽ എന്ത് ജോത്സ്യനോ എന്ന് അമ്മായി ചോദിക്കുന്നത് കേട്ട് നിധി പറയുന്നുണ്ട്, അതെ ജോത്സ്യൻ തന്നെ. ആ ജോത്സ്യൻ ചേട്ടൻ്റെ ജാതകം നോക്കിയിട്ട് ഈ വീട്ടിൽ ആർക്കും നല്ലത് നടക്കില്ലെന്ന് പറഞ്ഞു. അത് കേട്ട് സുഭാഷേട്ടൻ ഒത്തിരി വിഷമത്തിലായിരുന്നു. ഞങ്ങൾ ഒരുപാട് സമാധാനിപ്പിച്ചതാണ്. ഉറങ്ങാൻ കിടന്ന് നേരം വെളുത്തപ്പോൾ ചേട്ടനെ കാണാനില്ല. ചേട്ടൻ ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടാണ് പോയത് എന്നും പറഞ്ഞുകൊണ്ട് തൻ്റെ പേഴ്സിലുണ്ടായിരുന്ന ആ ലെറ്റർ എടുത്ത് വല്യച്ഛനെ കാണിക്കുകയാണ് നിധി. ആ ലെറ്റർ വായിച്ചു നോക്കിയിട്ട് വല്യച്ഛൻ പറയുന്നുണ്ട്, ഇത് തന്നെയാണ് ഞാൻ ഈ വീട്ടിൽ നിന്ന് നിങ്ങളോട് മാറാൻ പറയുന്നത്. ഈ വീട്ടിൽ നിങ്ങൾ താമസിച്ചാൽ നിങ്ങൾക്കും നല്ലത് നടക്കില്ല, ഞങ്ങൾക്കും നല്ലത് നടക്കില്ല. ഇത് കേട്ട് അമ്മായി പറയുന്നുണ്ട്, എന്താ ഈ സമയത്ത് ഇതൊക്കെ സംസാരിക്കുന്നത്, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുമെന്ന് പറയുമ്പോൾ വെളിച്ചനൊന്നും മിണ്ടാതിരിക്കുകയാണ്. സുഭാഷിനെ കാണാനില്ലെന്ന് കേട്ട വിഷമത്തിലാണ് ഞങ്ങൾ വന്നത്. അവൻ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ നിങ്ങൾ അന്വേഷിച്ചോ എന്ന് അമ്മായി ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, ഞങ്ങൾ എല്ലായിടത്തും അന്വേഷിച്ചു, പക്ഷേ ഒരു വിവരവുമില്ല. പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് അച്ഛൻ കയറി വരുന്നത്. അച്ഛൻ ചേട്ടനെ കണ്ടതും പൊട്ടിത്തെറിക്കുകയാണ്. അതെ, നീ എന്താടാ എൻ്റെ മോനെ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് വല്യച്ഛൻ പറയുന്നുണ്ട്, അതെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന്. ഇവൻ വല്ലതും പറയുമെന്ന് എനിക്കറിയാമായിരുന്നു. എൻ്റെ മകനെ കാണാനില്ലെങ്കിൽ നിങ്ങൾ അവനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുമെന്ന് അച്ഛൻ പറയുന്നുണ്ട്. ഇത് കേട്ട് അമ്മായി പറയുന്നുണ്ട്, അതെ ഈ വീട്ടിൽ ആകെ നല്ലവനായിട്ട് അവൻ മാത്രമേ ഉള്ളൂ. അവനെ കാണാനില്ലെന്ന് നാട്ടുകാരെല്ലാവരും പറയുന്നത് കേട്ടു. അത് കേട്ട് വിഷമത്തോടെ അന്വേഷിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുമ്പോൾ അച്ഛനത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വിഷമോ? ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾക്ക് വിഷമമൊക്കെ വരുമോ എന്നും ചോദിച്ചുകൊണ്ട് അച്ഛൻ അവിടെ ഇരിക്കുകയാണ്. പിന്നീട് അമ്മായി എല്ലാവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവരെ സമാധാനിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ആരും വിഷമിക്കേണ്ട, അവന് എന്നും കൂടാതെ ജീവിക്കാൻ കഴിയില്ല. നിങ്ങൾ ഓരോരുത്തരെയും അവനക്ക് വല്ലാതെ ഇഷ്ടമാണ്, അത്രയ്ക്ക് ഇഷ്ടമാണ്. പിന്നെ കൂടാതെ നമ്മുടെ നികേഷിനെ അവനക്ക് ഒരിക്കലും അവനെ തനിച്ചാക്കി പോകാൻ പറ്റില്ല. ഇത് കേട്ട് നികേഷിനും വല്ലാതെ വിഷമം വരുന്നുണ്ട്. അവനക്ക് അരച്ചിൽ വരുവാണ്. പെട്ടെന്ന് സുധീഷ് അവനെ ചെന്ന് സമാധാനിപ്പിക്കുന്നുണ്ട്. അല്പനേരം കഴിഞ്ഞതും അവരോടെല്ലാം യാത്ര പറഞ്ഞ് അവിടെ നിന്നും അവർ പോകുന്നുണ്ട്. രാത്രിയായതും സുധീഷും നിധിയും അച്ഛനും ഒക്കെ പുറത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്, സുഭാഷ് എങ്ങാനും വരുന്നുണ്ടോ എന്ന്. നികേഷ് ഒന്നും മിണ്ടാതെ എങ്ങോട്ടോ നോക്കിയിരിക്കുകയാണ്. ഇത് കണ്ട് നിധി അവൻ്റെ അടുത്തിരുന്ന് അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. നികേഷ്, നീ സമാധാനമായിട്ടിരിക്കെ, രാവിലെ മുതലിങ്ങനെ ഇരിക്കുന്നതല്ലേ, പിന്നെ സുഭാഷേട്ടന് നിന്നെ കാണാതെ ഇരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് വരുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇതൊന്നും കേട്ട് നികേഷിൽ ഒരു ഭാവവ്യത്യാസവും നിധി കാണുന്നില്ല. നിധി പെട്ടെന്ന് സുധീഷിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. നോക്ക് സുധീഷ്, ഇത്രയും നേരം അവൻ കരയുമായിരുന്നു, ഇപ്പോൾ അവൻ്റെ മുഖത്ത് ഒരു ഭാവവ്യത്യാസം കാണുന്നില്ല. എങ്ങോട്ടോ നോക്കി എന്തോ ചിന്തിക്കുന്നത് പോലെ. എനിക്ക് പേടിയാവുന്നു. സുഭാഷേട്ടൻ വന്നില്ലെങ്കിൽ അവൻ്റെ കാര്യം എനിക്ക് അറിയില്ല, എന്താ എനിക്ക് സംഭവിക്കാമെന്ന് എനിക്ക് അറിയില്ലെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, സുഭാഷേട്ടൻ വന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് പോലും എന്ത് സംഭവിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല നിധി. ഇനി എവിടെ പോയി അന്വേഷിക്കുമെന്നും അറിയില്ല. ഹരീഷ് ചേട്ടനെ അന്വേഷിക്കാനെന്നും പറഞ്ഞുകൊണ്ട് പോയതാണ്. പക്ഷേ എനിക്ക് ചേട്ടനെ എവിടെ പോയി അന്വേഷിക്കണമെന്ന് അറിയില്ല നിധി, അതുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് പോവാത്തതെന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് അച്ഛൻ അവിടെ നിന്നും എഴുന്നേറ്റ് വന്ന് ഇവരോട് പറയുന്നുണ്ട്, എനിക്കൊരു സംശയമുണ്ട്, ഞാനത് പറയട്ടെ എന്ന് ചോദിക്കുമ്പോൾ നിധി പറ എന്ന് പറയുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, അല്ല സുഭാഷ് ചിലപ്പോൾ ആ പെൺകുട്ടിയോടൊപ്പം പോയിട്ടുണ്ടാവുമോ എന്ന് ചോദിക്കുകയാണ്. ഏത് പെൺകുട്ടി എന്ന് നിധി ചോദിക്കുന്നുണ്ട്. ആ പെൺകുട്ടിയില്ലേ, ആ ഹിന്ദിക്കാരൻ്റെ പെങ്ങള്, അവനോടൊപ്പം ആ പെൺകുട്ടിയോടൊപ്പം പോയിട്ടുണ്ടാവുമെന്ന് പറയുമ്പോൾ സുധീഷിന് ദേഷ്യം വരുവാണ്. നിങ്ങൾ എന്താ പറഞ്ഞത്, എൻ്റെ ചേട്ടൻ ആ പെണ്ണിനോടൊപ്പം ഒളിച്ചോടി പോയി എന്നാണോ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് അച്ഛൻ പറയുന്നുണ്ട്, എടാ ആ പെൺകുട്ടി എപ്പോഴും ഇവിടെ വരാറുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ, അപ്പോൾ ഇവനോട് നല്ല ചിരിച്ച് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇവനാണെങ്കിൽ തിരിച്ചും അങ്ങനെ തന്നെയാണ്. എൻ്റെ ബലമായ സംശയം ആ ഹിന്ദിക്കാരൻ്റെ പെങ്ങൾ കൊച്ചിൻ്റെ ഒപ്പം അവൻ പോയിട്ടുണ്ടാവുമെന്നാണ്, അവിടെ കാണും അവൻ എന്നും പറഞ്ഞുകൊണ്ട് കയ്യും കെട്ടി നിന്ന് അച്ഛൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, എൻ്റെ ചേട്ടൻ അങ്ങനെയുള്ള ആളല്ല, എൻ്റെ ചേട്ടൻ ആരെയും വിഷമിപ്പിക്കരുത് എന്ന് ചിന്തിക്കുന്ന ആളാ, അങ്ങനെയൊന്നും ചേട്ടൻ ചെയ്യില്ലെന്ന് പറയുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, എടാ അവൻ്റെ സിറ്റുവേഷൻ അങ്ങനെയല്ലേ, ഒരു പക്ഷേ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലോ അവൻ്റെ ഒരു അവസ്ഥ മൂലം ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാകുമെന്ന് വീണ്ടും അച്ഛൻ പറയുന്നുണ്ട്. എന്നാൽ നിധി പറയുന്നുണ്ട്,
ഇനി ഒന്നും പറയണ്ട, എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെക്കാളെല്ലാം വയസ്സിന് മൂത്തതാണ്, അതുകൊണ്ട് എനിക്കറിയാം എന്താണ് സംഭവിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഒരു സാധ്യത ഞാൻ പറഞ്ഞത്. ഇനി അത് നിങ്ങൾ ഉൾക്കൊള്ളാതിരിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ അവിടെ പോയി കിടക്കുന്നുണ്ട്. അച്ഛൻ അവിടെ നിന്നും പോയതിന് ശേഷമാണ് പെട്ടെന്ന് സുധീഷിനൊരു ബോധോദയം ഉണ്ടാവുന്നത്. അച്ഛൻ പറഞ്ഞത് ശരിയാവുമോ? അവിനാശിനെ ഇന്ന് രാവിലെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ചേട്ടനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടും അവൻ്റെ മുഖത്തൊരു വിഷമമൊന്നും ഞാൻ കണ്ടില്ല, ഒരു ഭാവവ്യത്യാസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചേട്ടൻ അവിടെ ഉണ്ടായിരിക്കുമോ? വേണ്ട, ചേട്ടൻ എവിടെ ഉണ്ടെന്ന് പറയരുത് എന്ന് പറഞ്ഞതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവൻ എന്നോടൊന്നും പറയാതിരുന്നത് എന്ന് അവൻ്റെ മനസ്സിലൊരു ഡൗട്ട് തോന്നുവാണ്. പെട്ടെന്ന് നിധിയുടെ അടുത്തേക്ക് ഓടി ചെന്നുകൊണ്ട് പറയുന്നുണ്ട്, അതെ നിധി, ഞാനും പുറത്ത് ചേട്ടനൊന്ന് അന്വേഷിച്ചിട്ട് വരാം.